ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിച്ചും പാർലമെന്റിലെ ഭരണഘടനാ ചർച്ചയിൽ നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം. അടിയന്തരാവസ്ഥയെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്തയേടെന്ന് മോദി വിമർശിച്ചു. വിവരങ്ങളുമായി ആതിര ചേരുന്നുണ്ട്. ആതിര, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടം, അതിനു മുമ്പ് നെഹ്റു തുടങ്ങിവെച്ച പരിഷ്കാരങ്ങൾ, ഭരണഘടനാ ഭേദഗതി, ഒടുവിൽ രാഹുൽ ഗാന്ധിയെ അഹങ്കാരി എന്നുള്ള വിശേഷണം, എന്തൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ? തീർച്ചയായിട്ടും ലിബീഷ്, ഇതുവരെയുള്ള കോൺഗ്രസ് ഭരണത്തെ കൃത്യമായി വിമർശിച്ചു തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്ന് പറയുന്നത്. ഭരണഘടന ജനാധിപത്യത്തിന്റെ മാതാവാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രധാനമന്ത്രി കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന UPA സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും ചെന്നെത്തിയത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടന ചർച്ചയ്ക്ക് എടുത്തപ്പോൾ തന്നെ അടിയന്തരാവസ്ഥ ആയിരിക്കും പ്രധാനമന്ത്രിയുടെ ഒരു അജണ്ട എന്നുള്ളത് കൃത്യമായി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. കാരണം അനുരാഗ് ഠാക്കൂർ അടക്കം ഈ അടിയന്തരാവസ്ഥയെ പരാമർശിച്ച് നേരത്തെ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അടിയന്തരാവസ്ഥയെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുഴുനീളെ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. അതിൽ 1885 മുതലുള്ള കാര്യങ്ങൾ പറയുന്നു. വലിയ തരത്തിൽ നെഹ്റുവിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ഷാഹബാനു കേസ് അടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. സുപ്രീം കോടതിയെ വരെ അട്ടിമറിച്ച്, സുപ്രീം കോടതി വിധി വരെ നെഹ്റു ഷാഹബാനു കേസിൽ അട്ടിമറിച്ചെന്നുള്ള ആരോപണം പ്രധാനമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സംവരണത്തിൽ പട്ടേൽ പറഞ്ഞത് എല്ലാവർക്കും സംവരണം, എല്ലാ മതത്തിലുള്ളവർക്കും സംവരണം കൊടുക്കണമെന്ന് തന്നെയാണ് പട്ടേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതും വിമർശിച്ചു. അതുപോലെ തന്നെ ഭരണഘടന സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഭരണഘടനയെക്കുറിച്ച് പറയാൻ കോൺഗ്രസിന് യാതൊരു അവകാശവും ഇല്ലെന്ന് പറഞ്ഞ മോദി കോൺഗ്രസിന്റെ ഭരണഘടന അടക്കം അട്ടിമറിച്ചുകൊണ്ടാണ് നെഹ്റു അധികാരത്തിൽ വന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. കോൺഗ്രസിന്റെ ഭരണഘടന പട്ടേലിനെയായിരുന്നു പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ ഭരണഘടനയെ അടക്കം അട്ടിമറിച്ചുകൊണ്ടാണ് 47 ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ 47 മുതൽ 52 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു സർക്കാർ ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു മറുപടി പ്രസംഗം. ആ പ്രസംഗം 2 മണിക്കൂറോളം നീണ്ടു. അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സഭയിലുണ്ടായി, ഭരണപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ആ രീതിയിൽ സോണിയാഗാന്ധിക്കെതിരെയും കൃത്യമായി ഭരണം നടത്തിയിട്ടുള്ളത് ഒരു കുടുംബമാണ് ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് UPA സർക്കാരിന്റെ കാലത്ത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങളും എടുത്തു പറയാൻ മോദി മറന്നില്ല എന്നുള്ളത് തന്നെയാണ്. മോദി ഈ പ്രസംഗം അവസാനിപ്പിച്ചത് രാജ്യത്തെ ഒരു ആള് പോലും ദരിദ്രരായി മാറില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തോടെയും ഉറച്ച വാക്കുകളിലൂടെയുമാണ് നരേന്ദ്രമോദി ഈ പ്രസംഗം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. നിരവധി വീടുകളിലേക്ക് ജലവിതരണം എത്തിച്ചു, ശൗചാലയം. ഒരു നിമിഷം, ആ നേട്ടങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി എന്തൊക്കെയാണ് വിമർശനങ്ങൾ ഉന്നയിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. हमारे देश में संविधान को नोच लिया गया, इमरजेंसी आपातकाल लाया गया, संवैधानिक व्यवस्थाओं को समाप्त कर दिया गया, देश को जेल खाना बना दिया गया, नागरिकों के अधिकारों को लूट लिया गया, प्रेस की स्वतंत्रता को ताले लगा दिए गए, और कांग्रेस के माथे पर ये जो पाप है ना, वो कभी भी धुलने वाला नहीं है. BJPക്ക് ഭരണഘടനയല്ല മനുസ്മൃതിയാണ് അടിസ്ഥാന പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് മറുപടിയായാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ഒരു 60 വർഷത്തെ ചരിത്രം ഇങ്ങനെ എടുത്തു പറഞ്ഞത്. 75 ഭേദഗതികൾ കോൺഗ്രസ് ഭരണഘടനയിൽ കൊണ്ടുവന്നു. ആ ശീലത്തിന് വിത്തുപാകിയത് ജവഹർലാൽ നെഹ്റുവാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നെഹ്റു ഗാന്ധി കുടുംബത്തിന് നേരെ അതിരൂക്ഷമായ വിമർശനം നരേന്ദ്രമോദി നടത്തുകയുണ്ടായി. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹം പരാമർശിച്ചു?
തീർച്ചയായിട്ടും ലിബീഷ്, ആ രീതിയിൽ തന്നെയായിരുന്നു നേരത്തെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി മനുസ്മൃതി അനുസരിച്ചാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്, ഭരണഘടന അനുസരിച്ചല്ല, യു പിയിലടക്കം മനുസ്മൃതി അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതായിരുന്നു വിമർശനം. അതിൽ സവർക്കറെ അടക്കം പറഞ്ഞ് സവർക്കർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. ആ പരാമർശത്തെ ഭരണപക്ഷം പിന്തുണയ്ക്കുന്നുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഈ വിഷയം അല്ലെങ്കിൽ ഈ ചർച്ച തുടങ്ങി വെച്ചത്. ആ ചർച്ചയ്ക്കാണ് ഇത്തരത്തിൽ മറുപടിയുമായി നരേന്ദ്രമോദി എത്തിയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ UPA സർക്കാരിന്റെ കാലത്തുള്ള, അതായത് നെഹ്റു മുതൽ സോണിയാഗാന്ധി വരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വരെ ഉള്ളവർക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു. രാഹുൽ അഹങ്കാരിയാണ്, ഭരണഘടനയെ മാനിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ പോയി പറയുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിച്ച വിമർശനം എന്ന് പറയുന്നത് രാജ്യം ഇതുവരെ ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ ഭരണം ഒരു കുടുംബത്തിന്റെ തലയിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സോണിയാഗാന്ധിക്കെതിരെ പറയുന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയത് അടിയന്തരാവസ്ഥ കാലത്തെ തന്നെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തിന്റെ കറുത്ത ഏടായിരുന്നു ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അതിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു, മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തരാവസ്ഥയിൽ ഉണ്ടായ കാര്യങ്ങൾ കൃത്യമായി മോദി എണ്ണി പറഞ്ഞു. ആ രീതിയിലാണ് ഭരണഘടനയുടെ ഏറ്റവും കറുത്ത പാടായി നമ്മൾ കാണുന്ന അടിയന്തരാവസ്ഥയെ തന്നെ ഊന്നി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രതിപക്ഷത്തിനെതിരെയുമാണ് വലിയ വിമർശനം നരേന്ദ്രമോദി ഉന്നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിൽ ഈ സംവരണം അടക്കമുള്ള കാര്യങ്ങൾ ഊന്നി പറയുന്നു. ഷാബാനു കേസിൽ കൃത്യമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വിധി ഉണ്ടായിട്ട് പോലും ആ വിധിയിൽ മാറ്റമുണ്ടാക്കി, ആ വിധിയെ അട്ടിമറിക്കാൻ നെഹ്റു ശ്രമിച്ചു. ആ വിധി അട്ടിമറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അത് വോട്ട് ബാങ്കിന് വേണ്ടിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ആ രീതിയിൽ വലിയ തരത്തിൽ അടിയന്തരാവസ്ഥ കാലത്തെ മാത്രം മുൻനിർത്തി, അതായത് 60 വർഷത്തിനിടെ 75 ഭേദഗതികൾ ഭരണഘടനയിൽ കൊണ്ടുവന്നു എന്നതടക്കമുള്ള കൃത്യമായ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് മോദി വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത്. അതുപോലെ തന്നെ മോദിയുടെ ഭരണ നേട്ടങ്ങളും പറയുകയുണ്ടായി. ഈ ശൗചാലയവും ജലവിതരണവും അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. BJP ഭരണഘടനയെ ബഹുമാനിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതിന് നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തത് 1996 വാജ്പേയി സർക്കാർ ഭരണം തന്നെയായിരുന്നു. കാരണം 13 ദിവസം നീണ്ടുനിന്ന ആ സർക്കാർ രാജിവെച്ചത് ഭരണഘടനയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ടാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. 60 വർഷത്തോളം നീണ്ടുനിന്ന വലിയ തരത്തിലുള്ള UPA സർക്കാരിന്റെ ഭരണത്തെ വലിയ തരത്തിൽ വിമർശിച്ചുകൊണ്ടാണ് മോദി ഇത്രയും നേരം ലോക്സഭയിൽ സംസാരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പറയേണ്ടത്. അതിൽ സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ലിബീഷ്, അടിയന്തരാവസ്ഥ അടക്കം പരാമർശിച്ച് നെഹ്റു ഗാന്ധി കുടുംബത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും NDA സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞും ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം. വിവരങ്ങൾ നൽകുകയായിരുന്നു ആതിര ധർമ്മരാജ്. നേരത്തെ പാർലമെന്റിൽ ഭരണഘടനാ ചർച്ചയിൽ BJPയും RSSനെയും കടന്നാക്രമിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. BJPയുടെ നിയമസംഹിത ഇപ്പോഴും മനുസ്മൃതിയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭരണഘടനയല്ല, മനുസ്മൃതിയാണ് പിന്തുടരേണ്ടതെന്നാണ് സവർക്കറും RSSും പറഞ്ഞത്. ദ്രോണർ ഏകലവ്യന്റെ തള്ളവിരൽ മുറിച്ചതുപോലെ BJP രാജ്യത്തെ യുവാക്കളുടെ വിരലുകൾ മുറിച്ചെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Today, Manusmriti is law. These are the words of Savarkar. Mr. Savarkar